രേഷ്മയിലേക്ക് എത്തുമ്പോൾ നിയമം പഠിച്ചിട്ടുള്ള നിയമ വിദ്യാർത്ഥിനി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണല്ലോ. 2017 വിദ്യാർത്ഥി സമൂഹത്തിനെ വളരെയധികം വിദ്യാർത്ഥി സമൂഹം വളരെ ഞെട്ടലോടുകൂടി സ്വീകരിക്കേണ്ടി വന്നൊരു ഓർഡർ വന്നിരുന്നു കേരള ഹൈക്കോടതിയിൽ നിന്ന്. അതായത് ഇനി മുതൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ മേലുള്ള ഡൂസ് ആൻഡ് ഡോൺട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്ന കുറേ റെസ്ട്രിക്ഷൻസ് വന്നുപെട്ടിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് വിദ്യാർത്ഥി സമൂഹം നോക്കിക്കണ്ടതും ഇപ്പോൾ മാനേജ് ചെയ്യുന്നതും? ഈ ഇത്തരത്തിലുള്ള ഹൈക്കോടതി ഉത്തരവുകളുടെ പശ്ചാത്തലം നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഉത്തരവുകൾ ഇറങ്ങിയത്? പലപ്പോഴും ഈ ഉത്തരവുകളുടെ മറവ് പിടിച്ചുകൊണ്ട് ഈ സ്വാശ്രയ ഓട്ടോണമസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ കലാലയങ്ങളിൽ ഇതുകൊണ്ടാണ് കലാലയ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ആ ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കാലഘട്ടത്തിൽ ആശയ സംഘടനകൾ കലാലയങ്ങൾ നടന്നു, ആശയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് വേദികളായിരുന്നു കലാലയങ്ങൾ. പക്ഷെ അത് പിന്നീട് എപ്പോഴോ രാഷ്ട്രീയവാദം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയിലേക്ക് പോയി. അപ്പോൾ ആ രീതിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നിൽ വേറൊരു വിഭാഗം ഇരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കലാലയ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ ഇല്ലാതാക്കിയിട്ട് വേണം തങ്ങളുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വളർച്ച ഉണ്ടാകുക എന്ന് വിചാരിക്കുന്ന കുറേ മാനേജ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു തണലാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ. ആ സമയത്ത് ഉത്തരവുകൾ ഇറങ്ങിയ സമയത്ത് ABVP ഉൾപ്പെടെയുള്ള KSUSFI ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതിശക്തമായിട്ടുള്ള രീതിയിൽ എതിർത്തിരുന്നു. അത് എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും കലാലയ സംഘടനാ പ്രവർത്തനത്തെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകളാണെങ്കിൽ എന്താണെങ്കിലും നമ്മളെല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ശക്തിയുക്തം എതിർക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കലാലയങ്ങൾ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ വീണ്ടും ഉണ്ടാകണം. അത് അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിവെക്കരുത്. അഥവാ അക്രമ രാഷ്ട്രീയം ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ വിഭാഗത്തെ പറഞ്ഞ് മനസ്സിലാക്കി നിയന്ത്രണ വിധേയമാക്കുവാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്ക് സാധിക്കണം. അവിടെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ ആവശ്യകത ഉള്ളത്. ഒരു വിഭാഗം അണികൾ അക്രമത്തിലേക്ക് പോകുമ്പോൾ അതല്ല വേണ്ടത്, നമുക്ക് സർഗാത്മക രീതിയിലേക്ക് ക്രിയാത്മകമായിട്ടുള്ള സമരമുറകൾ ആണ് ആവശ്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വലിയൊരു രീതിയിലേക്ക് പിന്നോട്ട് കൊണ്ടുവന്ന് പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാനും ഇവർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി പ്രവർത്തകർ മുന്നോട്ട് വരണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ ഉത്തരവ് പ്രകാരം ചില ഓട്ടോണമസ് സ്വാശ്രയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആ കാലയളവിൽ ഇപ്പോഴും ചില സ്ഥാപനങ്ങൾ തുടരുന്നുണ്ട്. കലാലയ രാഷ്ട്രീയം റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ ഇതിനൊരു ഉത്തരവ് വായിച്ചു പോലും നോക്കാതെ കുറേ മാനേജ്മെന്റുകൾ ഒരു തരത്തിലും ശരിയായ ഒരു പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ പോലും അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു യഥാർത്ഥ രീതിയിൽ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഒത്തൊരുമിച്ച് ചെയ്യേണ്ടത്, ഏത് പശ്ചാത്തലത്തിലാണോ ആ പശ്ചാത്തലം, അക്രമ രാഷ്ട്രീയമാണെങ്കിൽ അത്, അല്ലെങ്കിൽ വിധ്വംസ ശക്തികളുടെ ഒരു സ്വാധീനമാണെങ്കിൽ അത്, അതിനെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കലാലയത്തെ സർഗാത്മകതയിലേക്കും ക്രിയാത്മകതയിലേക്കും ഒരുമിച്ച് മാത്രമല്ല അതിനപ്പുറത്തേക്കൊരു വലിയൊരു ആശയ സംവാദങ്ങൾക്ക് വീണ്ടും വേദിയാക്കുവാൻ കലാലയത്തെ സജീവമാക്കുവാൻ ഞാനും ഇവർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഗാർഹികമായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ കോളേജിൽ പോകുന്നത് പഠിക്കാനാണെന്ന് ആദ്യം പറഞ്ഞു തരും. വേറൊന്നിനുമല്ല, പഠിക്കാനാണ് പോകുന്നത്, ഡിഗ്രി എടുക്കാനാണ്, ജോലി ചെയ്യാനാണ്, ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ നോക്കും. എന്നിട്ട് വാസ്തവത്തിൽ ഞാനതൊരു നല്ല സർവേ പോലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള കുട്ടികൾ പോളിറ്റിക്സിലേക്ക് വരാറില്ല. സയൻസ് ഗ്രൂപ്പ് പ്രത്യേകിച്ചും വരിയില്ല, ഇംഗ്ലീഷ് വരിയില്ല. പിന്നെ ആരാ വരുന്നത്? ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ വരാനുള്ള പ്രധാന കാരണം ഈ ലീഡേഴ്സൊക്കെ സമീപിക്കുമ്പോൾ വളരെ സബ്മിസീവായിട്ട് ആ കുട്ടികൾ നിൽക്കും, മറ്റവരെക്കാൾ സബ്മിസീവായിട്ട്. അപ്പോൾ ഇവരെ വിളിക്കും. എന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ചർച്ചകളിലൊക്കെ ഞാൻ കേൾക്കുന്നത്, ഈ ആദ്യത്തെ അവരുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെയാണ്. ഒരു പുതിയ സ്ഥലത്തേക്ക് അവർ ചെല്ലുകയാണ്, അവർക്ക് സ്വീകരണമായി, മറ്റു കാര്യങ്ങളായി. പിന്നെ അതുമല്ല, ഈ രാഷ്ട്രീയത്തിൽ ഒരുപാട് തരത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ടാകുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല, ഒരു കുഴപ്പമില്ല, വളരെ സ്വാഭാവികമാണ്. അതിനുള്ള സൗകര്യം കിട്ടുന്നതിനും കൂടെ പലരും ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പം പെട്ടെന്ന് വേറൊരു വേഷപ്പകർച്ച അവിടെ വരും. ഇവർ കമിതാക്കളാണെന്ന് പറയും, ഇവരവിടെ പോയി എന്ന് പറയും, ഇവരെപ്പോഴും ഇതൊക്കെ ഇതിനൊരു മോശമായ കാര്യമായിട്ട് തോന്നും. അങ്ങനെ വരുമ്പം പോയ ചില ആളുകൾ പുറകോട്ട് പോകും. എനിക്ക് തന്നെ പരിചയമുണ്ട്. ഇവിടെ ഇൻ്റർവ്യൂവിന് ഒരു പേര് പറയാതെ ഞാൻ പറയാം. ഒരാൾ പറഞ്ഞത്, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടും എന്നെ വേണ്ട വിധത്തിൽ അവർ സ്വീകരിച്ചില്ല, എനിക്ക് പ്രാധാന്യം തന്നില്ല, സ്ത്രീ ആയതുകൊണ്ട്, സെക്കൻഡ് സെക്സ് ആണല്ലോ, എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ പാർട്ടി പോയി.
അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ സംഭവിച്ചത് തന്നെ അവിടെ സംഭവിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതും മാധ്യമങ്ങളിലെ പല കാര്യങ്ങളിലും വളരെ താമസിച്ചാണ് സ്ത്രീ സാന്നിധ്യം അറിയിച്ചത്. അതാണ് 2017 ഒക്ടോബറിൽ വന്ന ഈ ഒരു ഇൻറ്ററിം ഓർഡർ നമ്മളെല്ലാവരെയും ഇനി എന്ത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. കാരണം സമൂഹത്തിൽ നാളത്തെ പൗരന്മാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി സമൂഹം ഇനിമേൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുകയും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന കുട്ടികൾക്ക് മേൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള ഫ്രീഡം മാനേജ്മെൻറ്റുകളിൽ പൂർണ്ണമായും വിട്ടു നൽകുകയും ചെയ്യുന്നതാണ്. SFI വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ഈ കേസ് കോടതിയിലേക്ക് എത്തിക്കാനായിട്ട്, ആ ഒരു അനീതി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ടും. എങ്ങനെയാണ് മാനേജ്മെൻറ്റുകൾ ആ ഒരു ഓർഡറിനെ ഇപ്പോൾ കുട്ടികളുടെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റുകൾ ഈ 2017 അങ്ങനെ ഒരു ഹൈക്കോടതി ഓർഡർ വന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ അതിനെ തുടർന്ന് വലിയ സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. നമ്മൾ കേവലമായി നമ്മുടെ ചരിത്രത്തെ മറന്നുകൊണ്ട് എങ്ങനെയാണ് കോടതികൾക്ക് പോലും എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുക? വലിയ പ്രക്ഷോഭങ്ങൾ, അത് കേവലമായ വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ വലിയ സമരങ്ങളുണ്ടായി. SFI അടക്കം അതിന് വലിയ തോതിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം അന്വേഷിക്കുന്ന സമയത്ത് പല കോടതി ഉത്തരവുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ സമരങ്ങൾക്ക് ചരിത്രം അങ്ങനെ. ഇതിനു മുമ്പുള്ള കോടതി ഉത്തരവിൽ വ്യക്തമായി ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്.